ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓട്സ് ഇഡ്ഡലി. അരിയും ഉഴുന്നും ഒന്നും അരയ്ക്കാതെ തന്നെ പെട്ടെന്ന് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഓട്സ് ഇഡ്ഡലി ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ഓട്സ് ഇഡ്ഡലി ഉണ്ടാക്കാനായി 2 കപ്പ് ഓട്സ് എടുക്കാം. ഓട്സിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഓട്സിന്റെ കളർ മാറുകയൊന്നും വേണ്ട, ചെറിയ തീയിലിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. കയ്യിലെടുത്ത് ഇതുപോലൊന്ന് തിരുമ്മി നോക്കുമ്പോൾ മുരുമുരാന്ന് വരുന്ന ഒരു പരുവമാകുമ്പോഴത്തേന് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഇത് നന്നായി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഓട്സ്. ഇത് ദിവസവും കഴിക്കുന്നത് ഗ്യാസും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾക്കും BP, ഷുഗർ, കൊളസ്ട്രോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവും ഓട്സിനുണ്ട്. വറുത്ത് വെച്ച ഓട്സ് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് 1/2 കപ്പ് റവയാണ്. ഇതും ഒന്ന് ചൂടാക്കിയെടുക്കാം. റവയുടെ കളർ ഒന്നും മാറിപ്പോകുകയൊന്നും വേണ്ട, ചെറുതായി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇപ്പം ഈ റവ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ മിനുമിനാന്നൊന്നായി വന്നാൽ മതി. അരിപ്പയിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം റവ നന്നായി തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഓട്സ് കൂടെ ചേർക്കാം. പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ്. 1 കപ്പ് തൈര് വരെ എടുക്കാം. ഇത് കുറച്ചധികം പുളിയുള്ള തൈരായതുകൊണ്ട് 1/4 കപ്പ് തൈരേ എടുക്കുന്നുള്ളൂ. തൈരിലെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതിലൊഴിച്ചു കൊടുക്കാം. ഇനി നല്ലൊരു ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായി ഈ തൈരെടുത്ത് ഈ കപ്പിന് ഞാൻ 1 കപ്പ് വെള്ളം എടുത്ത് ഇതൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കുമ്പം കുറച്ച് ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ, കൂടിപ്പോകരുത്. ഇഡ്ഡലി ബാറ്ററിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചതിന് ശേഷം വേണം ബേക്കിംഗ് സോഡ ഇടാൻ. അധികമൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. പിന്നെ ഈ ബേക്കിംഗ് സോഡ എല്ലായിടത്തും ആകുന്ന പോലെ നന്നായിട്ട് പിന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് നേരം അടച്ചു വെക്കാം. അപ്പോൾ ഈ റവയും ഓട്സും ഒക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. 10 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം എടുത്തപ്പം ബാറ്റർ കുറച്ച് ടൈറ്റായിട്ടായിരിക്കുന്നത്, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലി തട്ടി കോരി ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ചൂടായി കിടപ്പുണ്ട്. ഇഡ്ഡലി തട്ടിലോട്ട് എണ്ണ തടവി കൊടുക്കാം. ഇത് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിക്കാം, നല്ലെണ്ണയായിരിക്കും നല്ലത്. ഇനി എണ്ണ തടവിയ ഇഡ്ഡലി തട്ടിലോട്ട് ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയമാകത്തുള്ളൂ ഇതും വെന്ത് കിട്ടാൻ. മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓട്സിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുള്ളൊരു ദോശ. ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നിയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.